10 കന്യകമാരെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു. നിത്യതയ്ക്ക് വേണ്ടി കരുതിയ 5 പേരെ ബുദ്ധിയുള്ളവർ എന്നും, നിത്യതയെ അലക്ഷ്യമാക്കി കളഞ്ഞ 5 പേരെ ബുദ്ധിയില്ലാത്തവർ എന്നും ആണ് വിളിക്കുന്നത്. ബുദ്ധിയുള്ളവർ എന്ത് ചെയ്തു? കർത്താവിന്റെ രാജ്യത്ത് ചെന്നെത്തുന്ന കാര്യത്തിൽ അവർ ശ്രദ്ധാലുക്കൾ ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചോ, ആരാധിച്ചോ, സ്തുതിച്ചോ, ദൈവസന്നിധിയിൽ എങ്ങനെ ആയിരിക്കുന്നു, എൻ്റെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന എങ്ങനെയുണ്ട്, ലൈഫ് എങ്ങനെയുണ്ട്, ഇവകളെ കുറിച്ചൊക്കെ ശ്രദ്ധ പുലർത്തുന്ന ഒരു കൂട്ടരായിരുന്നു ആദ്യത്തെ കൂട്ടർ, അല്ലെങ്കിൽ ബുദ്ധിയുള്ള കൂട്ടർ എന്ന് പറയുന്നത്. അവർക്ക് ആ കാര്യത്തിൽ ഒരു പ്രത്യേക ഫോക്കസ് ഉണ്ടായിരുന്നു, ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. നാളുകളായിട്ടുള്ള ഒരുക്കത്തിന് ശേഷം വരുന്നവരാണ്. ദീർഘദിവസങ്ങളുടെ, ദീർഘവർഷങ്ങളുടെ അധ്വാനവും സമർപ്പണവും ഒരുക്കവും അവർക്കുണ്ട്. ആ ദീർഘനാളുകൾ എടുത്ത് അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങി, കാത്തിരുന്ന്, തയ്യാറായി, പ്രിപ്പയറായി അവർ വന്നിരിക്കുകയാണ്. എപ്പോൾ കാഹളം ധ്വനിച്ചാലും മടവാളൻ എതിരേക്കാൻ അവർ തയ്യാറായി നിൽക്കുകയാണ്. അവർ അവരുടെ സീറ്റ് ഉറപ്പുവരുത്തിയവരാണ്. രണ്ടാമത്തെ കൂട്ടർ ബുദ്ധിയില്ലാത്തവരെന്ന് വേദപുസ്തകം പറയുന്ന കന്യകമാർ, ഈ മറ്റ് 5 പേർ, അവർ ഈ കാര്യത്തിൽ ശ്രദ്ധാലുക്കൾ അല്ല. കാഷ്വലായിട്ട് സാധാരണഗതിയിൽ ഈ സ്വർഗരാജ്യ പ്രവേശനത്തെ ചിന്തിച്ച ഒരു കൂട്ടം ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമുണ്ടായിരുന്നില്ല, പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നില്ല, ഹോംവർക്ക് ചെയ്തിട്ടില്ല, അതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചിട്ടില്ല, അതിനു വേണ്ടിയിട്ട് വില കൊടുത്തിട്ടില്ല, അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടില്ല, അതിനു വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചിട്ടില്ല. അവർ മറ്റുള്ളവർ പോകുന്നത് കണ്ടിട്ട് കൂടെ പോയവരാണ്. ഒരുങ്ങി പോകുന്നവരെ കണ്ടിട്ട് അവരുടെ കൂടെ കൂടിയവരാണ്, അവരുടെ ഒപ്പം പോയവരാണ്. അവർക്ക് അവരുടേതായ നിലയിൽ പ്രിപ്പറേഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലായ ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രം ചെന്നെത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടൊരു സമർപ്പണവും അതിനു വേണ്ടിയിട്ടൊരു ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്നവർക്ക് മാത്രം എത്താൻ കഴിയുന്ന ഒരിടമാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ഇവിടെ ബുദ്ധിയില്ലാത്ത കന്യകമാരെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ വിളക്കിലെ എണ്ണ തീർന്നു. അവർ മറ്റുള്ള ആളുകളോട് ചോദിക്കുകയാണ്. അവരെന്താണ് മറുപടി പറഞ്ഞത്? ഇത് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്രയുമേ ഉള്ളൂ. ഞങ്ങൾ കരുതിയത് ഞങ്ങളുടെ ആവശ്യത്തിനുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ കരുതിയത് എൻ്റെ ആവശ്യത്തിനുള്ളതാണ്. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റുന്നതല്ലിത്. അപ്പോസ്തല പ്രവൃത്തിയിൽ പങ്കുവെക്കലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഷെയറിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യ നൂറ്റാണ്ടിലെ സഭ എന്ന് പറയുന്നത് ഷെയറിംഗ് കമ്മ്യൂണിറ്റി ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയറിംഗ് കമ്മ്യൂണിറ്റി, പങ്കുവെക്കുന്ന ഒരു കൂട്ടമായിരുന്നു അവര്. അവര് വീടുകളും വസ്തുക്കളും പോലും നിലങ്ങളും പോലും വിറ്റുപെറുക്കി അവർ ഷെയർ ചെയ്തു. തങ്ങളോടൊപ്പമുള്ള ദൈവമക്കൾക്ക് അവരുടെ ആവശ്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ പങ്കിട്ടു എന്നാണ് നാം വായിക്കുന്നത്. അവരുടെ ആവശ്യങ്ങളിൽ, പ്രതിസന്ധികളിൽ അവർക്ക് ഉപയോഗിക്കത്തക്കവണ്ണം അവർക്കുണ്ടായിരുന്ന സ്വത്ത് വകകൾ പോലും വിറ്റുപെറുക്കി പണം നേടി ആ പണം അവരെന്ത് ചെയ്തു? ആവശ്യക്കാർക്ക് വിതരണം ചെയ്തു എന്നാണ് നാം കാണുന്നത്. അപ്പൊ ആ നിലയിലുള്ള ഷെയറിങ് നാം അവിടെ കാണുന്നു എങ്കിലും ആ ഷെയറിങ് അല്ല ഈ ഷെയറിങ്. അവിടെ പങ്കുവെക്കണമെന്നാണ് പറയുന്നത്. പങ്കുവെക്കേണ്ടത് എന്താണ്? ആമേൻ. പങ്കുവെക്കേണ്ടത് ഈ ഭൂമിയിൽ നമുക്കുള്ള നന്മയാണ് പങ്കുവെക്കേണ്ടത്. ഭൂമിയിൽ നമുക്കുള്ള അനുഗ്രഹങ്ങൾ പങ്കുവെക്കണം, ഭൂമിയിൽ നമുക്കുള്ള നന്മകൾ പങ്കുവെക്കണം, ഭൂമിയിൽ നമുക്ക് എന്തുണ്ടോ അത് ഷെയർ ചെയ്യണം. അതേ ഷെയർ ചെയ്യാൻ പറ്റൂ. മറ്റത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, പറ്റുന്നതല്ല. അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാ. ഏതാണ്? ഇവരുടെ കൈവശമുള്ള എണ്ണ അഭിഷേകത്തെ സൂചിപ്പിക്കുന്നു. ഇവരുടെ കൈവശമുള്ള എണ്ണ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ്. അത് ഷെയർ ചെയ്യാൻ പറ്റുന്നതല്ല, അത് ആർക്കും കൊടുക്കാൻ പറ്റുന്നതല്ല, പങ്കിടാൻ പറ്റുന്നതല്ലത്. അത് ഓരോരുത്തൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കേണ്ടതാണ്. കുറച്ച് ഞങ്ങൾ കൂടെ താ എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റുന്നതല്ലാതെ ഞങ്ങൾക്കുള്ളതേ ഞങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോരുത്തർക്ക് എത്രത്തോളം ദൈവകൃപ നൽകണമോ, എത്രത്തോളം
കൊടുക്കണമോ അത്രത്തോളമേ കർത്താവ് കൊടുത്തിട്ടുള്ളൂ. ദൈവം കൃപകൾ എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് നീ കൊടുത്തേരെന്ന് പറയുന്ന രീതിയല്ല. എല്ലാവർക്കും സ്പെഷ്യലായിട്ട്, ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്കാണ് ദൈവം കൃപ നൽകുന്നത്. അങ്ങനെ ഇവർക്ക് നൽകിയ, ഓരോരുത്തർക്കും നൽകിയ ആമേൻ സ്തോത്രം എണ്ണയത്ര അവരുടെ കയ്യിൽ ഇരിക്കുന്നത്, അത് കൊടുക്കാൻ പറ്റില്ല. ആഗ്രഹിച്ചാലും കൊടുക്കാൻ പറ്റില്ല. നന്ദിയോടെ സ്തോത്രം. ഉദാഹരണം, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളോട് നിങ്ങൾ പറയുകയാണ്, നന്നായിട്ട് അന്യഭാഷയൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്കൂടി ഇച്ചിരി താന്ന് പറഞ്ഞാൽ അവർക്ക് തരാൻ പറ്റുമോ? നിങ്ങൾക്ക് നല്ല കൃപയുണ്ടല്ലോ, നല്ല ശക്തിയുണ്ട്, നല്ല കൃപയുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കൂടി ഇച്ചിരി ആ ശക്തി തരണം എന്ന് പറഞ്ഞാൽ അവർക്ക് തരാൻ പറ്റുമോ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു മേടിക്കാൻ പറ്റുന്നതല്ല ദൈവകൃപയും ദൈവശക്തിയും. അത് ഉയരത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ്, ദൈവത്തിങ്കിൽ നിന്ന് റിസീവ് ചെയ്യേണ്ടതാണ് ദൈവകൃപയും ദൈവശക്തിയും എന്ന് പറയുന്നത്. ഫിലിപ്പോസിന്റെ അടുത്ത് ശിമ്യോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ട് കുറെ ദ്രവ്യം കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിന്നിലുള്ള ദൈവകൃപ കുറച്ച് എനിക്കൂടെ തരാൻ. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 17 വായിച്ചോളൂ. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു. പത്രോസ് എന്താ പറഞ്ഞേ? ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണവും നീയും എല്ലാം നശിക്കട്ടെ എന്നാണ് പത്രോസ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ദൈവകൃപ മറ്റൊരാളിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതല്ല, ദ്രവ്യത്തിന് വാങ്ങാൻ സാധിക്കുന്നതല്ല. നാൾക്ക് നാൾ എണ്ണ കരുതുന്നവരും നാൾക്ക് നാൾ അതിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നവരുമായി നാം കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടണം. ഈ നിലകളിൽ പ്രാപിക്കുന്നവരും വർദ്ധിപ്പിക്കുന്നവരുമായി നാം കാണപ്പെടുമെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്, അവരെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു വരുന്നത്. ബുദ്ധിയില്ലാത്തവരുടെ എണ്ണ തീർന്നു. അവർ ചോദിച്ചു, അവർക്ക് ലഭിച്ചില്ല. അവർ പിന്നീട് എണ്ണ വാങ്ങുവാൻ വേണ്ടി പോയിട്ട് വരുമ്പോഴേക്കും മണവാളൻ വന്നു. മണവാളൻ വന്ന് ഒരുങ്ങിയിരുന്നവരെ അകത്ത് പ്രവേശിപ്പിച്ചു. പിന്നീട് വന്നവർക്ക് അകത്തേക്ക് പ്രവേശനം ലഭിച്ചില്ല. അവർ വന്ന് വാതിലിൽ മുട്ടി, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ. അപ്പോൾ അകത്ത് നിന്ന് അവർക്ക് കേട്ട ഒരു ശബ്ദം, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കർത്താവ് പറയുന്നു, നാളും നാഴികയും നിങ്ങൾ അറിയാതെ കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഡേറ്റും ടൈമും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പീൻ. പ്രിയമുള്ളവരെ, നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുത്തത്തക്കവണ്ണം, നിത്യതയിൽ നാം എത്തിപ്പെടാതിരിക്കത്തക്കവണ്ണം നമ്മെ ചതിക്കുന്ന, നമ്മെ വഞ്ചിക്കുന്ന വാക്കുകളിൽ നാം വീണു പോകരുത്. കർത്താവിന്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട്, നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നാം ഉണർന്നു കാത്തിരിക്കണം. സഭ എന്തിനാ? സഭയിലുള്ളത് ആരാണ്? ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. മരണത്തിന് തോൽപ്പിക്കാൻ കഴിയാത്ത നിത്യജീവൻ നൽകുവാൻ വേണ്ടിയിട്ട്, അതാണ് പ്രത്യേക ഉദ്ദേശം. ആ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അപ്പൊ സഭയുടെ പ്രധാന പർപ്പസ്, സഭയുടെ പ്രധാന ദൗത്യം, ഒരു സഭയുടെ പ്രധാന ചുമതല എന്താണ്? നിത്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടത്തെ ഒരുക്കുക എന്നുള്ളതാണ്. ചില ആളുകളെ ചർച്ചിലോട്ട് വിളിക്കുമ്പോൾ ചോദിക്കുന്നത്, ശവക്കോട്ടയുണ്ടോ? ചർച്ച് ശവം അടക്കാനല്ല. ചർച്ച് നിത്യതയ്ക്ക് വേണ്ടി ആളുകളെ ഒരുക്കാനാണ് ചർച്ച്. നിത്യതയ്ക്ക് വേണ്ടി ആളുകളെ തയ്യാറാക്കാൻ, പ്രിപ്പയർ ചെയ്യാനുള്ളതാണ് സഭ. പിന്നെ ചർച്ച അടക്കും,
ചർച്ച് കല്യാണം നടത്തും, ചർച്ച് ഹൗസ് ഡെഡിക്കേഷൻ നടത്തും. ദൈവമക്കളുടെ എല്ലാ കാര്യങ്ങളിലും ചർച്ചിന് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ചർച്ചിന്റെ പ്രഥമ പർപ്പസ്, പ്രഥമ ദൗത്യം എന്തുവാ? ആളുകളെ നിത്യതയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കുക എന്നുള്ളതാണ്. അത് നടക്കുന്നില്ലെങ്കിൽ അത് സഭയല്ല. നിത്യതയ്ക്ക് വേണ്ടി ഒരു കൂട്ടത്തെ ഒരുക്കുന്നില്ലെങ്കിൽ അത് സഭയല്ല, അത് സഭയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ലോകത്ത് നമുക്ക് അനുഗ്രഹങ്ങൾ ആവശ്യമാണ്. ലോകത്ത് വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ട്. നമുക്ക് പൈസ ആവശ്യമുണ്ട്, നമുക്ക് ബാധ്യതകളുണ്ട്, ചെലവുകളുണ്ട്. നമ്മുടെ ചെലവ് ഒന്നും ഒഴിവാക്കാൻ പറ്റുന്നതല്ല, ഒന്നും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. എല്ലാ കാര്യങ്ങളും നടന്നേ പറ്റൂ, നടത്തിയേ പറ്റൂ. അതിനുള്ള ധനം, അതിനുള്ള സമ്പത്ത്, അതിനുള്ള വരുമാനം നമുക്ക് ലഭിച്ചേ പറ്റൂ. കർത്താവ് തന്നേ പറ്റൂ. കർത്താവ് ചെയ്തു തരാൻ വിശ്വസ്തനുമാണ്. Praise the Lord in the name of Jesus. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് നമുക്ക് വിവിധങ്ങളായ ജോലി മേഖലകളുണ്ട്, നമുക്ക് വിവിധങ്ങളായ പ്രവർത്തന മണ്ഡലങ്ങളുണ്ട്. ഇതിനെല്ലാം നാം തന്നെ ഓടുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യണം. പോകേണ്ടിടങ്ങളിൽ നാം തന്നെ പോകേണ്ടി വരും, ചെയ്യേണ്ട കാര്യങ്ങൾ നാം തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല. എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നില്ലെങ്കിൽ 24 മണിക്കൂറും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു അച്ചടക്കമുള്ള ഒരു ആത്മീക ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദിവസവും പ്രാർത്ഥിക്കുന്നവർ, ദിവസവും സ്തുതിക്കുന്നവർ, ദിവസവും ആരാധിക്കുന്നവർ, ദിവസവും വചനം ധ്യാനിക്കുന്നവർ, ദിവസവും പ്രാർത്ഥിക്കുന്നവർ, കുടുംബ പ്രാർത്ഥന നടത്തുന്നവർ, ദൈവത്തോട് പറ്റിയിരിക്കാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നവർ. 24 മണിക്കൂറും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, 24 മണിക്കൂറും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. എങ്കിലും പൗലോസ് പറയുന്നുണ്ട്, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി. അപ്പൊ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കണമെന്നും പറയുന്നുണ്ടെങ്കിലും 24 മണിക്കൂറും 24/7 പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ പോകാനുണ്ട്, പലരെ കാണാനുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതെല്ലാം നമ്മൾ നടത്തിയേ പറ്റുള്ളൂ. പക്ഷേ അതിന്റെ നടുവിലും അതിന്റെ മധ്യത്തിലും കർത്താവുമായിട്ട് ഇഴമുറിയാത്തൊരു ബന്ധം സൂക്ഷിപ്പാൻ നമുക്ക് സാധിക്കണം. അതാണ് പറഞ്ഞത്, നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കണം. കർത്താവുമായുള്ള ബന്ധത്തിൽ ഉണർന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവണമെന്നാണ്. യേശുവുമായുള്ള ബന്ധത്തിൽ ഉണർവുണ്ടാകണമെന്നാണ്. നിലനിൽക്കുന്ന ഒരു ബന്ധം കർത്താവുമായിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. എപ്പോഴും പ്രാർത്ഥിച്ചില്ലെങ്കിലും ചിട്ടയായ ഒരു പ്രാർത്ഥനാ ജീവിതം, ഒരു സമർപ്പിതമായ ജീവിതം കർത്താവിന്റെ സന്നിധിയിൽ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. കർത്താവിന്റെ വരവ് എപ്പോ നടക്കുമെന്നറിയില്ല. അതെപ്പോ നടന്നാലും അവന്റെ സന്നിധിയിൽ എത്താൻ വേണ്ടിയിട്ട് നാം ഒരുങ്ങി കാത്തിരിക്കണം. ഒന്നുകിൽ കർത്താവിന്റെ വരവ്, അല്ലെങ്കിൽ നമ്മുടെ മരണം. ഇത് രണ്ടും ഒരു നിശ്ചയവുമില്ലാത്തൊരു സംഗതിയാണ്. എപ്പോൾ വേണേലും സംഭവിക്കാം. ഏത് പ്രായക്കാരും എപ്പോൾ വേണേലും മരിക്കാം. കർത്താവിന്റെ വരവ് എപ്പോൾ വേണേലും സംഭവിക്കാം, എപ്പോൾ വേണേലും സംഭവിക്കാം. ഇത് രണ്ടും എപ്പോൾ വേണേലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിൽ ഏതൊരു കാര്യം നടന്നാലും, ഇത് നടന്ന ശേഷം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കാൻ പറ്റില്ല. ഇത് രണ്ടിലേത് സംഭവിച്ചാലും ഇത് സംഭവത്തിന് ശേഷം നമുക്ക് നമ്മുടെ ഭാവിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കർത്താവ് വന്നൊന്നിരിക്കട്ടെ, അതിനുശേഷം പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ച് സ്വർഗത്തിലോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമാണ്. യേശുവിന്റെ വരവോടുകൂടെ പിന്നെ ഭൂമിയിൽ സഭയുണ്ടാവുകയില്ല, സഭ എടുക്കപ്പെടും, പിന്നെ സഭയില്ല. യേശുവിന്റെ വരവോടുകൂടെ പിന്നെ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഉണ്ടാവുകയില്ല, പരിശുദ്ധാത്മാവ് എടുക്കപ്പെടും. ഭൂമിയിൽ എല്ലാ അധികാരവും ദൈവം തന്നിരിക്കുന്നത് സഭയ്ക്കാണ്. സഭയ്ക്കാണ് സകല അധികാരം തന്നിരിക്കുന്നത്. പിന്നീടും ചിലപ്പോ കൊട്ടിയും പാടിയും ഇരിക്കുന്നവര് കാണും, പോകാത്തവരെ. പക്ഷെ എന്തില്ല? അധികാരമില്ല. കാരണം ദൈവം അധികാരം കൊടുത്ത സഭയ്ക്കാണ്. സഭ എടുത്തു, സഭയെ ദൈവം എടുത്തു. പിന്നെ കൊട്ടുകയും പാടുകയൊക്കെ ചെയ്യാന്നേ ഉള്ളൂ, അധികാരം ഉണ്ടായിരിക്കത്തില്ല.
രണ്ട്, പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ട് നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പിന്നെ പരിശുദ്ധാത്മാവും കൂടെ ലോകത്തില്ല, അതും കൂടെ തമ്പുരാൻ എടുത്തു കഴിഞ്ഞാൽ പിന്നത്തെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, നടക്കത്തില്ല. എതിർ ക്രിസ്തുവിന്റെ ഭരണം വന്നു കഴിയുമ്പോൾ ഒന്നാമത്തെ കാര്യം, നെറ്റിമേൽ എന്ത് ചെയ്യണം? മുദ്രയേൽക്കണം. നെറ്റിമേൽ മുദ്രയേറ്റില്ലെങ്കിൽ പച്ചവെള്ളം കിട്ടത്തില്ല. 10 രൂപയ്ക്ക് കിട്ടുന്ന കൊച്ചു കുപ്പിവെള്ളമില്ലേ, അത് വേണമെങ്കിൽ പോലും നെറ്റിയിലെ മുദ്ര കൊണ്ട് കാണിച്ചു കൊടുക്കണം. ഈ മുദ്ര ഏറ്റില്ലെങ്കിൽ പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റില്ല, വിൽക്കാനും വാങ്ങാനും പറ്റില്ല, മെഡിസിൻ മേടിക്കാൻ പറ്റില്ല. മാറാരോഗങ്ങൾ, മഹാരോഗങ്ങൾ ഭൂമിയിൽ വരും. ആ രോഗത്തിന് ചികിത്സ കിട്ടില്ല. പാരാസെറ്റമോൾ പോലും മേടിക്കാൻ കഴിയില്ല, പച്ചവെള്ളം പോലും കുടിക്കാൻ കിട്ടില്ല. അങ്ങനത്തെ ഒരു കാലം വരും. ആ കാലത്ത് മുദ്ര ഉണ്ടെങ്കിലേ ഇതൊക്കെ മേടിക്കാൻ പറ്റൂ. മുദ്രയില്ലാത്തവർ മേടിക്കാൻ പറ്റില്ല. മുദ്ര ഏറ്റാൽ പിന്നെ സ്വർഗത്തിലോട്ട് പോകാൻ പറ്റില്ല. മുദ്ര ഏൽക്കാതെ, വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, പട്ടിണിക്ക് ദാഹിച്ച് വലഞ്ഞ് ഇവിടെ കിടന്ന് മരിക്കാൻ പറ്റിയാൽ അങ്ങ് എത്തിയേക്കും. കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് പോവും, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അങ്ങ് പോവും. ആമേൻ, സ്തോത്രം. അമ്മയപ്പന്മാർ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. ആമേൻ. മക്കളെ കർത്താവ് അങ്ങ് കൊണ്ടുപോകും. കൂടെ പോകാൻ പറ്റണമെങ്കിൽ അച്ചടക്കത്തോടെ ആത്മീയ ജീവിതം മുമ്പോട്ട് നടത്തണം. എന്നെ മക്കളൊക്കെ അങ്ങ് വളർന്നു, അതിലൊരാൾ പോയില്ലെന്ന് വിചാരിക്കേ, എന്റെ പട്ടിണി ചിലപ്പോൾ ഞാൻ സഹിക്കും, എനിക്ക് വെള്ളം കിട്ടാതെ ഞാൻ സഹിക്കും. എന്റെ കുഞ്ഞിന് കിട്ടാതെ വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? മുദ്രയെങ്കിൽ മുദ്ര, എന്റെ കുഞ്ഞിനൊരിറ്റ് വെള്ളം കൊടുക്കുന്നല്ലേ പറയത്തുള്ളൂ. അപ്പന്മാർക്കും അമ്മമാർക്കും തലമുറകളുടെ കാര്യം വരുമ്പോ, പ്രിയപ്പെട്ടവരുടെ കാര്യം വരുമ്പോ അവര് പതറിപ്പോകുന്ന സാഹചര്യങ്ങൾ വരും. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. മുദ്രയേറ്റാൽ പിന്നെ പോവില്ല. പരിശുദ്ധാത്മാവില്ലാതെ ഞാൻ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമെന്ന് പറയാൻ ആർക്ക് പറ്റും? പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇല്ലാത്ത കാലത്ത് യേശു എന്നൊരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ? ഇന്ന് പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ട് പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ട് പ്രാർത്ഥനയിൽ സ്ഥിരതയില്ല. അതില്ലെങ്കിൽ പിന്നെ പറ്റുമോ? യേശുവിന്റെ കാഹളം വാനമേക്കെ ധ്വനിക്കുമ്പോ ആ ശബ്ദം കേൾക്കുന്ന വിശുദ്ധന്മാരുടെ വലിയൊരു കൂട്ടം ഈ ലോകത്തുണ്ട്. ആ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണമേ എന്ന് ജാഗ്രതയോടെ പ്രാർത്ഥിക്കണം കർത്താവിന്റെ സന്നിധിയിൽ. ഈ കാഹളം എല്ലാവരും കേൾക്കത്തില്ല കേട്ടോ. പോകാനുള്ളവർ മാത്രമേ കാഹളം കേൾക്കുള്ളൂ, വേറെ ആരും കേൾക്കത്തില്ല. ആമേ. 2 പേരോ 3 പേരോ ഒരുമിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ആമേ, പോകാനുള്ളവന്റെ കാതിലെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കത്തുള്ളൂ, തൊട്ടടുത്തിരിക്കുന്നതിന് കേൾക്കാൻ പറ്റത്തില്ല. അതങ്ങനെ സെറ്റ് ചെയ്ത സംഭവമാണ്. യേശുവിന്റെ വരവിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ആ വീഡിയോയിൽ നോക്കിയപ്പോൾ ഒരു അമ്മ പാർക്കിൽ ഒരു ഊഞ്ഞാലൊരു കുഞ്ഞിനെ ഇരുത്തി ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആ യേശു വന്നു. പോയിട്ട് തിരിച്ചു വന്ന ഊഞ്ഞാലിൽ കുഞ്ഞില്ല. അമ്മ അവിടെ, അമ്മ പോയില്ല. നോക്കിയപ്പോ ഊഞ്ഞാലിൽ കുഞ്ഞിട്ടിരുന്ന ഡ്രസ്സ് അവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ഇടിവിച്ചോണ്ട് വന്ന ഡ്രസ്സ് ഊഞ്ഞാലിൽ ഇരിപ്പുണ്ട്, കുഞ്ഞവിടെ ഇല്ല. ഹല്ലേലൂയ. നാം ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കണ്ണടയാകട്ടെ, വാച്ചാകട്ടെ, സ്വർണമാവട്ടെ, ആമേൻ, കമ്മലാകട്ടെ, മാലയാകട്ടെ, എന്തൊരു വസ്തുവായാലും നമ്മുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന, അണിഞ്ഞിരിക്കുന്ന ഒന്നും നാം കൊണ്ടുപോവില്ല. പക്ഷെ നാം അപ്രത്യക്ഷമാവും. യേശുവിന്റെ വരവിൽ ആമേശ്വത്ര ആയിരങ്ങൾ, ലക്ഷങ്ങൾ ഭൂമിയിൽ നിന്ന് നൊടിയിടയിൽ അപ്രത്യക്ഷമാകും. അന്നത്തെ ഏറ്റവും വലിയ വാർത്ത, ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഭർത്താവ് സ്വർഗത്തിലോട്ട് എടുത്തുകൊള്ളപ്പെട്ടു, ഭാര്യ അവിടെ തന്നെ ഇരിക്കുന്നു. 2 പേര് 2 വീലറിൽ യാത്ര ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. വീട്ടിൽ ചെന്നിറങ്ങിയിട്ട് ഭർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോ ഭാര്യനെ പുറകെ കണ്ടില്ല. ഭാര്യയെ കർത്താവ് എടുത്തു, ഭർത്താവ് കൈവിടപ്പെട്ടു. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കുടുംബമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. കുഞ്ഞുങ്ങൾ 2 പെട്ടെന്ന് അപ്രത്യക്ഷരായി. അമ്മയപ്പനോട് ഇരിപ്പുണ്ട്, അവർക്ക് പോകാൻ പറ്റിയില്ല. ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ കുടുംബമായി ചെന്നെത്തണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. യേശുവിന്റെ 2ാം വരവ് ഒരു മിഥ്യയല്ല, അതൊരു വലിയ സത്യമാണ്. അതൊരു കെട്ടുകഥയല്ല.
അതൊരു കടങ്കഥയല്ല. ഇനി ലോകത്ത് സംഭവിക്കാനുള്ള ഏറ്റവും വലിയ സംഭവമാണ് യേശുവിന്റെ രണ്ടാമത്തെ വരവ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഒറ്റ സെക്കൻഡിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഭൂമുഖത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകും. കല്ലറകൾ തുറക്കപ്പെടും. വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അവർ പുതു ശരീരം ധരിച്ച് അവർ സ്വർഗോന്നതങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടും. ജീവനോടെ ശേഷിച്ചിരിക്കുന്നവർ അതിനുശേഷം വാനമേഘങ്ങളിൽ തമ്പുരാനെ എതിരേൽപ്പാൻ പറന്നുയരുന്നൊരു കാലം വരുന്നു. അങ്ങനെ പറന്നുയരുന്നവരെ കൂട്ടത്തിൽ അകപ്പെടേണ്ടുന്നതിന് ഉണർന്നിരിക്കണം. നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കണം. നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിക്കണം. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്താണ് സഭയുടെ ദൗത്യം? ഈ യേശുവിന്റെ വരവിന് വേണ്ടി ഒരു കൂട്ടം ആളുകളെ ഒരുക്കുന്നതാണ് സഭയുടെ ദൗത്യം. യേശുവിന്റെ വരവിന് വേണ്ടി നിർമ്മല കന്യകമാരായി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടത്തെ ആമേൻ സ്തോത്രം ഒരുക്കി നിർത്തുക എന്നുള്ളതാണ് ഒരു സഭയുടെ ദൗത്യം. വേറെ ഒരു ബിസിനസ്സും സഭയ്ക്കില്ല. ഹല്ലേലൂയ. ഒരു കൂട്ടം ആളുകളെ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ള ഏക ധർമ്മം, ഏക ഡ്യൂട്ടി, അതാണ് സഭയുടെ ഡ്യൂട്ടി. പ്രിയമുള്ളവരെ, ഞാൻ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട് എന്നെ നാഥനെ എതിരേൽക്കാൻ? ഞാൻ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട് എൻ്റെ കർത്താവിൻ്റെ ശബ്ദം, കർത്താവിൻ്റെ കാഹളനാദം എൻ്റെ കാതിൽ കേൾക്കാൻ? ഞാൻ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട് എൻ്റെ യേശുവിനെ എതിരേൽക്കാൻ? പല ആളുകൾക്കും യേശു വരണം എന്ന ആഗ്രഹമില്ല. യേശു വന്നാൽ പോകും എന്ന് ഉറപ്പുമില്ല. കർത്താവ് വരും എന്നും ആമേൻ്റെ വരവിൽ ഞാൻ പോകും എന്നും ഒരു ഉറപ്പ് ഹൃദയത്തിൽ നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ ആ ഉറപ്പിലേക്ക് നാം എത്തണം. അല്ലാതെ എവർലാസ്റ്റിംഗ് ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച് രജിസ്റ്ററിനകത്ത് നിങ്ങളുടെ പേര് എഴുതപ്പെട്ട് മെമ്പർഷിപ്പ് ഉണ്ടായത് കൊണ്ട് ജീവപുസ്തകത്തിൽ പേര് എഴുതപ്പെടണമെന്നില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്നാണ് ദൈവത്തിന്റെ വചനം. പ്രിയമുള്ളവരെ, യേശു ഇപ്പൊ വന്നാൽ ഞാൻ പോകുമോ? അതിനെക്കുറിച്ച് ഉറപ്പുണ്ടോ? വിശ്വാസമല്ല. ഞാൻ പോകും, ഞാൻ പോയില്ല പിന്നെ ആരാ പോകുന്നത്? അങ്ങനത്തെ വിശ്വാസമല്ല. ഉറപ്പുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഉറപ്പുണ്ടോ? ഉറപ്പില്ലെങ്കിൽ ഉറപ്പ് പ്രാപിക്കണം. അടുത്ത ഒന്നുകൂടെ പറയാം, കുടുംബമായി ചെല്ലാൻ ഇടവരേണ്ടതിന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കുടുംബമായി ചെല്ലാൻ ഇടവരേണ്ടതിന്. മക്കൾ 1 മണിക്കൂർ വീട്ടിലെത്താൻ താമസിച്ചാൽ പിടയ്ക്കുന്ന ഹൃദയമാണ് മാതാപിതാക്കളുടെ ഹൃദയം. 1 മണിക്കൂർ മക്കളൊന്ന് വീട്ടിൽ എത്താൻ വൈകിയാൽ മതി, ഹൃദയം ആലില പോലെ വിറയ്ക്കും. താങ്ങാൻ പറ്റില്ല. കുടുംബത്തിൽ ഒരാൾ കൈവിടപ്പെട്ടാൽ താങ്ങാൻ പറ്റാതെ വരും. ആമേൻ. വീട്ടിലെ ഒരാൾ കൈവിടപ്പെട്ടാൽ താങ്ങാൻ പറ്റാതെ വരും. പ്രിയമുള്ളവരെ, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ചെറിയ കാര്യമല്ല, ഇതൊരു വലിയ കാര്യമാണ്. ഇത് നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമല്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. നിങ്ങളുടെ കുടുംബത്തിൽ 2 പേരാണോ, 3 പേരാണോ, 4 പേരാണോ, 5 പേരാണോ, 6 പേരാണോ, എത്ര പേരാ നിങ്ങളുടെ വീട്ടിലുള്ളത്? അത്രയും പേർക്കും തമ്പുരാന്റെ അരികിൽ ചെല്ലാൻ പറ്റണം. ഒരാൾ പോലും മിസ്സാവരുത്. ഒരാൾ പോലും കൈവിടപ്പെടരുത്. ഒരാൾ പോലും കൈവിടപ്പെടാതെ നാഥന്റെ അരികിൽ ചെന്നെത്താൻ സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടിയിട്ട് നാം നമ്മെ തന്നെ ഒരുക്കി, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒരുക്കി, നാം മുഴുവനുമായിട്ട് ഒരുങ്ങി ആ യേശുവിന്റെ വരവിന് വേണ്ടി ഉണർന്നു കാത്തിരിക്കണം. കൈവിടപ്പെട്ടു പോകുന്ന വലിയൊരു കൂട്ടമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും അവിടെ ചിലപ്പോൾ എത്തിയെന്ന് വരത്തില്ല. എന്നാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒത്തിരി പേരെ ചിലപ്പോൾ അവിടെ നമ്മൾ കാണാനിട വരും. പുറമേ വലിയ പ്രകടനങ്ങളൊന്നും ഇല്ലെങ്കിലും, പുറമേ വലുതായിട്ടൊന്നും കാണിക്കാനൊന്നും ഇല്ലെങ്കിലും, നിഷ്കളങ്ക ഭക്തി, ദൈവിക വിശുദ്ധി, ദൈവസന്നിധിയിൽ കാത്തു സൂക്ഷിച്ച് ഭക്തരായി ജീവിക്കുന്ന സാധുക്കളായ നല്ല കുറെ ആളുകളുണ്ട്. അവരെ കുറിച്ച് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും കാണത്തില്ല. പക്ഷെ അവരൊക്കെ 1-ാം സ്ഥാനത്ത് അവിടെ എത്തും. ഹല്ലേലൂയ. വലിയ ശുശ്രൂഷകൾ ചെയ്യുന്ന വലിയ പ്രഗത്ഭന്മാർ എന്ന് നാം കരുതുന്ന ആളുകൾ പലരും ചിലപ്പോൾ അവിടെ എത്തിയില്ല എന്നും വരും. പ്രകടനങ്ങൾ കൊണ്ടെത്താൻ കഴിയില്ല, അഭിനയങ്ങൾ കൊണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ മാറ്റുരച്ചു നോക്കുന്നത് കർത്താവാണ്. നമ്മെ തൂക്കി നോക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ത്രാസിൽ നിർത്തി തൂക്കുന്നൊരു ദൈവം. കുറവുള്ളവരായി നാം കാണപ്പെട്ടാൽ നാം കാഹളനാദം കേൾക്കത്തില്ല. കുറവുള്ളവരായി നാം കാണപ്പെട്ടാൽ നമുക്കവിടെ ചെന്നെത്താൻ പറ്റത്തില്ല. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? നാം എല്ലാവരും വന്നത് എന്തിനാണ്? നാം എല്ലാവരും ഈ ഒരു സഭയുടെ ഭാഗമായിരിക്കുന്നത് എന്തിനാണ്? സിമ്പിളായിട്ട് പറയാം, ആമേൻ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാനാണ്. യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതിനാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്.
വേറൊരു പർപ്പസും ഇല്ല, വേറൊരു ബിസിനസ്സും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതൊക്കെ നാം കർത്താവിന് വേണ്ടി നമ്മെ ഒരുക്കുന്നതോടൊപ്പം തമ്പുരാൻ ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ട നന്മയെല്ലാം ദൈവം തരും. ഡെലിവറൻസ് കർത്താവ് തരും, സാമ്പത്തികം കർത്താവ് തരും, ധനം ദൈവം തരും, വീട് തരും. എന്തൊക്കെയാണോ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തമ്പുരാൻ സമയാസമയങ്ങളിൽ തന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ എവിടെ ആയിരിക്കുന്നത്? ദൈവസഭയിലായിരിക്കുന്നത്. നമ്മൾ ദൈവസഭയിലായിരിക്കുന്നതിൻ്റെ പ്രൈം പർപ്പസ് എന്ന് പറയുന്നത്, പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മെ അവൻ്റെ വരവിന് വേണ്ടി ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമില്ല. എന്നെ കർത്താവ് ഇവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നു. എന്നെ ഒരു ഇടയനായും ഇടയന്റെ കീഴിൽ കുറെ ആടുകളും കർത്താവ് തന്നിരിക്കുന്നു. അവരെ നിർമ്മല കന്യകകളായി ആമേൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ദൗത്യം എൻ്റെ മുമ്പിലുണ്ട്. താങ്ക് യു ലോർഡ്, ഇൻ ദി നെയിം ഓഫ് ജീസസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കുടുംബമുണ്ട്, നിങ്ങളുടെ ബന്ധുക്കളുണ്ട്, നിങ്ങളുടെ മിത്രങ്ങളുണ്ട്, സ്നേഹിതരുണ്ട്, നിങ്ങളുടെ അയൽക്കാരുണ്ട്. അവരെ ക്രിസ്തുവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്ന ഒരു ദൗത്യം ഓരോരുത്തർക്കുമുണ്ട്. അമ്മമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ, തലമുറകളെ, നിങ്ങളുടെ മാതാപിതാക്കളെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ പ്രസന്റ് ചെയ്യാൻ, അമ്മ നിർമ്മല കന്യകളായി പ്രസന്റ് ചെയ്യാനുള്ള ദൗത്യം നിങ്ങൾക്കുണ്ട്. പിതാക്കന്മാരെ, നിങ്ങളുടെ തലമുറകളെ ദൈവത്തിന്റെ സന്നിധിയിൽ നിർമ്മല കന്യകളായി പ്രസന്റ് ചെയ്യാൻ ഒരു ദൗത്യം നിങ്ങൾക്കുണ്ട്. ഇന്ന് നമുക്ക് തിരുമേശയുണ്ട്. ഈ തിരുമേശ യേശുവിന്റെ വരവ് വരെ ഉള്ളൂ. ഹല്ലേലൂയ. യേശുവിന്റെ വരവോടുകൂടെ പിന്നെ ഇവിടെ തിരുമേശയില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇപ്പൊ ഇവിടെ ഉണ്ട്. യേശുവിന്റെ വരവ് വരെ ഉള്ളൂ, പിന്നെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇല്ല. ഇന്നത്തെ സഭയ്ക്ക് വലിയ അധികാരം ദൈവം തന്നിട്ടുണ്ട്. യേശുവിന്റെ വരവിന് ശേഷം പിന്നെ ഇവിടെ സഭയില്ല. സഭ എടുത്തുകൊള്ളപ്പെട്ടു. പിന്നെ ആരെങ്കിലും കൂടി പ്രാർത്ഥിക്കുക ചെയ്തെന്നിരിക്കും, പക്ഷേ പരിശുദ്ധാത്മാവില്ല, സഭയില്ല. താങ്ക് യു ലോർഡ്, ഇൻ ദി നെയിം ഓഫ് ജീസസ്. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, യേശുവിന്റെ വരവിൽ ചെന്നെത്തണം. ജാഗ്രതയോടെ, ശ്രദ്ധയോടെ കർത്താവിന് സമർപ്പിതമായ ജീവിതത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മെ ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ. ആരും കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, എല്ലാവരും കർത്താവിന്റെ വരവിൽ ചെന്നെത്താൻ ഇടവരേണ്ടതിന് ഈ ജീവിതം ശ്രദ്ധയോടെ, ഈ ജീവിതം ഭക്തിയോടെ, ഈ ചെറിയൊരായുസേ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ. കൊച്ചൊരായുസ്. കൊള്ളാകുന്നവനെന്ന് നമ്മെ തന്നെ തെളിയിക്കുക. കൊള്ളാകുന്നവൻ എന്ന് നമ്മെ തന്നെ തെളിയിച്ച് അപ്പൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ പ്രസന്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ചെറിയൊരായുസ്, കുഞ്ഞൊരായുസ്, ഈ കുഞ്ഞൊരായുസിൽ കർത്താവിനെ ആരാധിച്ചും, കർത്താവിനെ സേവിച്ചും, കർത്താവിനെ സ്നേഹിച്ചും, എല്ലാവരെയും കരുതിയും, ക്ഷമിച്ചും, പൊറുത്തും, ആമേ സ്തോത്രം, സഹിച്ചും വഹിച്ചും, ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം, ഈ കൊച്ചായുസ് എത്രത്തോളം മനോഹരമാക്കി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? എത്രത്തോളം ദൈവത്തിന്റെ കൃപയുടെ നിറവിൽ കൊണ്ടുപോകാൻ സാധിക്കുമോ? എത്രത്തോളം ഭക്തിയിൽ നിലനിർത്താൻ സാധിക്കുമോ? അത്രത്തോളം ഭക്തിയിൽ നിർത്താൻ ആമേൻ സ്തോത്രം ദൈവമക്കൾക്ക് സാധിക്കണം. താങ്ക് യു ലോർഡ്, ഇൻ ദി നെയിം ഓഫ് ജീസസ്. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് തലകൾ വണക്കി കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ.